അറ്റ്ലാന്റയിലെയും സീറ്റിലെയും ലോകകപ്പിലെ ഒരു രാവ്. അത്ഭുത പ്രകടനങ്ങളുമായി അടുത്ത റൗണ്ട് സ്വപ്നം കണ്ട രണ്ട് ആഫ്രിക്കൻ ടീമുകൾ. ഇല്ലായ്മയിൽ നിന്നെത്തി ലോകത്തോളം ഉയരാൻ വെമ്പിയ കോങ്കോയും സെനഗലും. പക്ഷേ അവസാന നിമിഷങ്ങളിലെ തീരുമാനത്തിലും ആലസ്യത്തിലും അവർ കൈവിട്ടത് ചരിത്രമായിരുന്നു. അപ്രതീക്ഷിത അടിക്കൊടുവിൽ അപ്പുറത്ത് നെടുവീർപ്പിട്ടത് ലോക ഫുട്ബോളിലെ വൻ ശക്തികളായ ഇംഗ്ലണ്ടും ബെൽജിയവുമായിരുന്നു. ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിലേക്ക് വരാം. ആദ്യം അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 90 മിനിറ്റും പൂർത്തിയായി. പരിക്ക് സമയം അവസാന 6 മിനിറ്റാണ്. അവസാന മിനിറ്റിലാണ് കോങ്കോയ്ക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. ബോക്സിന് തൊട്ടുമുന്നിൽ വെച്ച് കോങ്കോ ക്യാപ്റ്റൻ യോനോ വിസയെ ജൂഡ് ബെല്ലിംഗാം വലിച്ചിട്ടതിനാണ് ഫ്രീ കിക്ക് അനുവദിച്ചത്. കിക്കിനായി വിസ തന്നെ തയ്യാറെടുത്തു. അയാളുടെ മുഖത്ത് പലതരം വികാര വിക്ഷോഭങ്ങൾ കാണാമായിരുന്നു. ആ രാജ്യത്തെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണിക്കാൻ ഉതകുന്ന ഒരു അത്ഭുതം ഒരിക്കൽ കൂടി ആ ബോട്ടിൽ നിന്നുണ്ടാകുമെന്ന് ഏവരും കരുതി. എന്നാൽ വലിയ അപകടമില്ലാതെ ആ പന്ത് ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പറന്നു. ഇംഗ്ലീഷ് താരങ്ങളും സ്റ്റേഡിയത്തിലെത്തിയ കാണികളും അപ്പോഴാണൊന്ന് ശ്വാസം വിട്ടത്. 90 മിനിറ്റും പിന്നൊരു 6 മിനിറ്റോളവും അവരെ വിറപ്പിച്ചത് ലോക ഫുട്ബോളിലെ ഏതെങ്കിലും ഒരു വൻശക്തിയല്ല. അരനൂറ്റാണ്ട് മുമ്പ് ഒരു ലോകകപ്പ് കളിച്ച, ഇന്നും നാട്ടിൽ കളിക്കാൻ സാഹചര്യമില്ലാത്ത, മാരക രോഗങ്ങൾ കാരണം വലയുന്ന, ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ആഫ്രിക്കൻ ടീമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. സമ്പൂർണ്ണ സംഘമായ പോർച്ചുഗലിനെതിരെയാണ് കോങ്കോ 52 വർഷത്തിന് ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിനിറങ്ങിയത്. 6-ാം മിനിറ്റിൽ പിന്നിലായ അവർ ക്യാപ്റ്റൻ വിസയിലൂടെ ഒപ്പം പിടിക്കുന്നുണ്ട്. ഡിഫൻസ് കളിക്കാൻ തുടങ്ങിയ കോങ്കോ ആദ്യം ഗോൾ വഴങ്ങിയതോടെയാണ് രണ്ടും കൽപ്പിച്ച് അറ്റാക്കിംഗ് ഇറങ്ങിയത്. പിന്നീട് ഗോളും വിലപ്പെട്ടൊരു പോയിന്റും നേടി അവർ ആ മത്സരം പൂർത്തിയാക്കി. ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹര ഫുട്ബോൾ കളിക്കുന്ന കൊളംബിയയോട് ഏക ഗോളിനാണ് അവർ തോൽക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനെതിരായ അവസാന മത്സരത്തിൽ 3-1 ജയത്തോടെ 4 പോയിന്റുമായി റൗണ്ട് 32-ലേക്ക്. 1974 ലോകകപ്പിൽ യുഗോസ്ലാവിയയോട് 9 ഗോളിന് തകർന്ന, ബ്രസീലിനെതിരെ തോക്കിനു മുൻപിൽ പേടിയോടെ കളിച്ച മേബു ഇലങ്കയുടെ പിന്മുറക്കാർ ഈ ലോകകപ്പിൽ അടുത്ത റൗണ്ടിലേക്ക് എത്തിയത് തന്നെ വീരേതിഹാസമായിരുന്നു. പോർച്ചുഗലിനെതിരെ വഴങ്ങിയപ്പോഴാണ് അറ്റാക്കിന് മുതിർന്നതെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ ആക്രമിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. സിപ്പൻകയുടെ ഗോളും വായുവിൽ മലക്കമറിഞ്ഞുള്ള ആഘോഷവുമെല്ലാം തൊല്ലൊരു തരിപ്പോടെയാണ് ഇംഗ്ലണ്ട് കണ്ടുനിന്നത്. ബെല്ലിംഗാമും കെയ്നുമെല്ലാം പിന്നീട് നിരന്തരം കോങ്കോ ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തിയെങ്കിലും ഇരട്ട ചങ്കും ഉരുക്കുകൈകളുമുള്ള എംബാസി ഉണ്ടായിരുന്നു ബാറിന് കീഴിൽ. കൈകൊണ്ടും കാലുകൊണ്ടും ഇടയ്ക്ക് നെഞ്ചുകൊണ്ടുമെല്ലാം അയാൾ പന്ത് തൊടുത്തു. അയാൾ പൊസിഷൻ തെറ്റിയപ്പോൾ ഗോളിലേക്ക് വന്നൊരു പന്ത് വാൻബിസാക്കയും നിർവീര്യമാക്കി. രണ്ടാം പകുതിയിൽ തുഷേലിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിയുടെ ഗതി നിർണയിച്ചു. പകരക്കാരനായി വന്ന ആന്റണി ഗോർഡന്റെ പന്തിന് തലവെച്ച് ഹാരി കെയ്ൻ ടീമിനെ ഒപ്പമെത്തിച്ചു. ആ 75 മിനിറ്റ് വരെ ഇംഗ്ലണ്ട് തീച്ചൂളയ്ക്ക് മുന്നിൽ അകപ്പെട്ട നിസ്സഹായാവസ്ഥയിലായിരുന്നു. ഗോളിന്റെ ആവേശത്തിൽ സർവ്വസന്നാഹവുമായി വീണ്ടും വീണ്ടും ആക്രമിച്ച ഇംഗ്ലണ്ടിനായി കെയ്ൻ തന്നെ രക്ഷകവേഷം കെട്ടി. വേട്ടക്കാരന്റെ കൗശലത്തോടെ കോങ്കോ ബോക്സിൽ പറന്നു നടന്നു തൊടുത്തൊരു ബുള്ളറ്റിൽ ലയണൽ എംബാസിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇത്തവണയും അസിസ്റ്റ് ഗോർഡന്റെ പേരിൽ തന്നെയായിരുന്നു. അവസാന നിമിഷത്തെ ഫ്രീ കിക്ക് നഷ്ടമായതോടെ 2-1 കോങ്കോ പരാജയപ്പെട്ടു. അല്ല, അവരൊരിക്കലും തോറ്റിട്ടില്ല. ഇംഗ്ലണ്ട് ജയിച്ചതാണ്. ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരശേഷം യോനോ വിസ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറമാണ്. കിഴക്കൻ കോങ്കോയിൽ യുദ്ധം നടക്കുന്നു. ഈ ജേഴ്സി അണിഞ്ഞിറങ്ങുമ്പോൾ നാട്ടിലെ മനുഷ്യരെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോകണമെന്ന ചിന്തയിൽ നിന്നാണ് കളിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ലോകകപ്പിനെത്തിയത്. സ്വന്തം പേന ഉപയോഗിച്ച് ഞങ്ങൾ ഈ ലോകവേദിയിൽ ചരിത്രമെഴുതി. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. വിസയുടെ വാക്കുകൾ. 5 വർഷം മുമ്പ് ഫ്രഞ്ച് ക്ലബായ ലോറിയന്റിൽ നിന്ന് ബ്രെൻഫോർഡിലേക്ക് മാറാൻ നിൽക്കുമ്പോഴാണ് ആരാധിക എന്ന വ്യാജേന എത്തിയ സ്ത്രീ വിസയ്ക്ക് നേരെ ആസിഡാക്രമണം നടത്തിയത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. കാഴ്ചശക്തി ഏതാണ്ട് നഷ്ടപ്പെട്ടു. 6 മാസത്തിലേറെ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് വിസയ്ക്ക് കാഴ്ച തിരികെ കിട്ടിയത്. പിന്നീട് കളത്തിലേക്കും പതുക്കെ തിരികെ എത്തി. പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡിനായി കളിക്കുന്നു. കോങ്കോയിലെ ഓരോ താരത്തിനും ആ രാജ്യത്തിനൊന്നാകെയും പലതരം കഥകൾ പറയാനുണ്ട്. കേൾക്കുന്നവർക്ക് കെട്ടുകഥയെന്ന് തോന്നുന്ന കഥകൾ. ലോകത്തെ ഏറ്റവും മികച്ച അറ്റാക്കർമാരിൽ ഒരാളായ ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്നോട് ഇനി മുതൽ ചോദിച്ചാൽ അയാൾക്കും ഒരു കഥ പറയാനുണ്ടാകും. ഒന്നുമില്ലാതെ വന്നൊരു സംഘം 1.5 മണിക്കൂർ ഒരു ചതുരക്കളത്തിലിട്ട് തങ്ങളെ പേടിപ്പിച്ചൊരു കഥ. അതുപോലെ മറ്റൊരു കഥ മറ്റൊരു ആഫ്രിക്കൻ ടീമായ സെനഗലും എഴുതിയതാണ്. എന്നാൽ മിനിറ്റുകൾ കൊണ്ടാ കഥ അവരുടെ കഥ തന്നെ കഴിച്ചു. സീറ്റിൽ സ്റ്റേഡിയത്തിൽ ബെൽജിയത്തിനെതിരെ 86 മിനിറ്റ് വരെ 2 ഗോളിന് മുന്നിലാണ് സെനഗൽ. ഹബീബ് ഡിയാറയിലൂടെ തുടക്കത്തിൽ തന്നെ ലീഡെടുക്കുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇസ്മൈല സാർ ആ ലീഡ് 2 ലോകകപ്പിന്റെ ഒറ്റ എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ആഫ്രിക്കൻ താരമെന്ന റെക്കോർഡ് കാമറൂൺ ഇതിഹാസം റോജർ മില്ലയ്ക്കൊപ്പം പങ്കിടുന്നു.
80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗാലറിയിൽ സെനഗൽ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു. മറുവശത്ത് ഹൈഡ്രേഷൻ ബ്രേക്കിന് പോകുമ്പോൾ ബെൽജിയം താരങ്ങളായ ട്രൊസാർഡും ടിലമാൻസും അടിയുടെ വക്കോളം എത്തിയതാണ്. സ്വാഭാവികമായും ആ സംഘത്തിന്റെ ഒത്തൊരുമ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. എന്നാൽ പോയ ലോകകപ്പിന്റെ നാണക്കേട് മായ്ക്കാൻ റൊമേലു ലുക്കാക്കുവിന് ആരോ അവസരം നൽകിയെന്ന പോലെ ഒരിക്കൽ കൂടി അദ്ദേഹം സൂപ്പർ സബിന്റെ കുപ്പായമണിയുന്നു. 86 മിനിറ്റിൽ ലുക്കാക്കുവും 89 മിനിറ്റിൽ ടിലമൻസും ടീമിനെ ഒപ്പം എത്തിക്കുന്നു. പരസ്പരം അടികൂടിയ ട്രൊസാർഡാണ് ടിലമൻസിന് ഗോളടിക്കാൻ അസിസ്റ്റ് നൽകിയതെന്നാണ് മറ്റൊരു കൗതുകം. എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയപ്പോഴേക്കും ബെൽജിയം വർദ്ധിത വീര്യത്തിലായിരുന്നു. ഒടുക്കം എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റിൽ പെനാൽറ്റിയിൽ നിന്ന് ടിലമൻസ് ബെൽജിയത്തിന് അവിശ്വസനീയ ജയവും സമ്മാനിക്കുന്നു. അത് പെനൽറ്റിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കൽ പ്രതിഷേധിച്ച് കിരീടം തന്നെ തിരിച്ചു നൽകേണ്ടി വന്ന അനുഭവമുള്ളതിനാൽ സെനഗൽ കടുംകൈക്ക് മുതിരുന്നില്ല ഇത്തവണ. ടിലമൻസ് ലക്ഷ്യം കാണുന്നു. 85 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിലായപ്പോയ ടീം തുടരെ 3 ഗോളടിച്ച് പ്രീ ക്വാർട്ടറിലേക്ക്. ഈ ലോകകപ്പിലെ ഏറ്റവും ത്രില്ലിംഗ് മാച്ച്, അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയും പോലത്തെ നിമിഷം. ഒരു സ്വപ്ന കുതിപ്പിന്റെ അവസാന ലാപ്പിൽ വിജയം കൈവിട്ട ദുഃഖഭാരത്തിലാണ് കോങ്കോയും സെനഗലും. തോറ്റു ജയിച്ച 2 ടീമുകൾ. ഫുട്ബോൾ അല്ലെങ്കിലും അങ്ങനെയാണ്. ചിലപ്പോൾ അത് നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ എതിരാളി ഭയന്നൊരു ആരാധകർ മയങ്ങിയൊരു ആട്ടത്തിനൊടുവിൽ സിനദിൻ സിദാൻ ഇപ്രകാരം പടിക്കെട്ടിലേക്ക് തലയും താഴ്ത്തി പോകില്ലല്ലോ. ചിലപ്പോഴെല്ലാം ഫുട്ബോൾ കാവ്യനീതി കാണിക്കാറുമുണ്ട്. തലമുറകൾക്ക് ശേഷം ഇവിടെയൊരു മാജിക്കുകാരൻ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ ഈ ചിത്രം അതിനാണല്ലോ കാലം ബാക്കി വെച്ചതും.